ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ സ്ക്യൂനെസ് കാൾ പേഴ്സൺ സ്ക്യൂനെസ്സിനെ ബേസ് ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്ന ഒലീവ് ബോർഡിന്റെ ലൈവിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിന്റെ തിയറി നമ്മൾ ആക്ച്വലി ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ തിയറി മനസ്സിലാവും. ഇപ്പം ഞാൻ ആൻസർ മാത്രമേ ഇതാക്കുന്നുള്ളൂ. തിയറി ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി, അതിനകത്ത് ഞാൻ ലിങ്ക് പ്രൊവൈഡ് ചെയ്തേക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്: മീന്, മീഡിയൻ. ഓക്കെ, ഒരു ഡിസ്ട്രിബ്യൂഷന്റെ മീനും മീഡിയനും തന്നിട്ടുണ്ട്, എന്നിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട്. സ്ക്യൂനെസ് കണ്ടുപിടിക്കാനാണ് കാൾ പേഴ്സൺ ഫോർമുല വെച്ചിട്ട്. അപ്പോൾ സ്ക്യൂനെസ് കണ്ടുപിടിക്കാനായിട്ട് കാൾ പേഴ്സൺ ഫോർമുല ഡയറക്റ്റ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ നിന്ന് പറഞ്ഞാൽ ഡിറൈവ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഡിറൈവ് ചെയ്തിട്ടുള്ള ഫോർമുലേനെ ബേസ് ചെയ്തിട്ടാണ് ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അതിൽ മീനിനെ മീഡിയനെ കണക്ട് ചെയ്യുന്ന ഫോർമുല ഞാൻ ഡിറൈവ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു 3 മീൻ മൈനസ് മീഡിയൻ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3 × 28 മൈനസ് 25 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10. സോ ഇത് ചെയ്യുമ്പോഴത്തേക്കും 3 × 3 9. 9 ഡിവൈഡഡ് ബൈ 10 0.9 ആയിരിക്കും ഇതിന്റെ സ്ക്യൂനെസ് വരുന്നത്. ഓക്കെ, കാൾ പേഴ്സൺ ഫോർമുല വെച്ചിട്ട് ഇതിന്റെ സ്ക്യൂനെസ് എത്ര ആയിരിക്കും? 0.9. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരുന്നത്. സിമ്പിൾ ആണ്, തിയറി അറിഞ്ഞാൽ മതി.